ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ, ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയുന്നത് ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത് ഞാൻ പാടില്ല. നീ പാടിക്കോ. ഇല്ല, നീ പാടിക്കോ. നീ പാടിക്കോ. നീ പാടിക്കോ. അതിന് നിനക്ക് പറയാം. അഖിലാന്ത മണ്ഡപം അണിയിച്ചു ചാർത്തി പിച്ചു പോരാ. അഖിലാന്ത മണ്ഡപം അണിയിച്ചൊരുക്കി അണിയാത മലൈത മലയിച്ചൊരുക്കി ഈശ്വര പ്രാർത്ഥന ദൈവം ഇറങ്ങി ഓടാത്തത് ഭാഗ്യം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. എങ്ങനെയുണ്ട്? ഇത് എന്നെക്കാ ചേരുന്നത് നിനക്കാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലയുടെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയാം എനിക്ക്. എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്കാൻ പേനിരിക്കുന്ന മോത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കൊരു മുത്തശ്ശിന് ഓർമ്മയില്ല. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇല്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കുന്ന മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാണ്. പേൻ കാണണമെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി. പേനിന്റെ ചാകരയാ ചാകര. നമസ്കാരം. പലതരത്തിലുള്ള ചിക്കൻ കറികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ തിരക്കുള്ളവർക്കും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബേസിക് ചിക്കൻ കറിയാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. നമ്മള് കോഴീനെ അങ്ങോട്ട് എടുക്കണം. തക്കുട പുട്ട് ഒരു തോട്ട കണ്ടില്ലേ? ഇവനെ ഈ കയ്യിലിട്ട് മുറിച്ച് മുറിച്ച് അയ്യോ കൈ മുറിഞ്ഞു. നമുക്കിനി ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇനി സവാള എടുക്കണേ. സവാള അരിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അതുകൊണ്ടല്ല നമ്മള് കണ്ണടച്ച് വേണം മുറിക്കാനായിട്ട്. ഇനി പച്ചമുളക് എടുക്കണേ. പച്ചമുളക് അത് കഴിഞ്ഞ മസാല പിന്നെ ചേർക്കണ്ടേ. ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല അങ്ങോട്ട് ഇടണം. ഹോട്ടാ. എന്നിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇങ്ങനെ ഇളക്കണം. സാറേ, അടുത്ത പടത്തിൽ കോഴിക്കറി വെക്കാൻ എന്നെ വിളിക്കോ പ്ലീസ്? ആ പള്ളിയൊക്കെ കഴിഞ്ഞ അവനിങ്ങടെ വന്ന മുമ്പേ പടിയറിയിക്കോ. പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ഞാൻ തലമിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും. പിടിച്ചാ കിട്ടൂല. ബുക്കാരത്തിന്റെ സമയമൊന്നും എനിക്കറിയാൻ പാടില്ല. ബുക്കാരോ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാൽ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറാ. ചിന്നക്കുട്ടി പയറ്റി കഴിഞ്ഞിട്ട് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രൂപ എന്റെ തലേന്ന് പോയത് വിചാരിച്ച് എനിക്ക് കെട്ടിക്കാൻ പ്രായമൊന്നും ആയിട്ടില്ല. പോയ ഇഡലി ഗർഭ, ദോശ ഗർഭ, ബട ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ, ശ്വാസം നേരെ വീട്. വിശക്കുന്നുണ്ടല്ലേ? മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചെന്ന് തന്നോടല്ലേ പറഞ്ഞ വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം.